Hello everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്ന് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റൈസ് റെസിപ്പിയാണ്, ടൊമാറ്റോ റൈസ്. ഈ ഒരു റൈസ് എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കഴിക്കാനായിട്ട് പ്രത്യേകിച്ച് കറിയുടെ സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. നമുക്ക് മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 വലിയ ടൊമാറ്റോസ്, 2 വലിയ തക്കാളി അരിഞ്ഞെടുത്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ശകല ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി വഴന്ന് വരുമ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള സ്പൈസസ് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് ഫെനൽ പൗഡറാണ്, അതായത് പെരിഞ്ജീരകപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 1-2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതിനേക്കാൾ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് വെള്ളമാണ്, അത് അളന്ന് വെച്ചിരിക്കുന്ന വെള്ളം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇതൊന്ന് ബോയിൽ ചെയ്യണം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് റൈസ് ആഡ് ചെയ്യണം. റൈസ് 2 കപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാനിവിടെ 4 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് 2 കപ്പ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കപ്പ്, അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെള്ളക്കുറുവ എന്ന് പറയുന്ന റൈസാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതല്ലാതെ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. റേഷൻ അരി, പച്ചരി, മട്ട അരി ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുക്കർ അടച്ച് വെച്ച് വെയിറ്റ് ഇട്ട് വെക്കാം. എന്നിട്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഒന്ന് ഫ്ലെയിം ചെറുതാക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ് അതുപോലെ ചെറിയ തീയിൽ കുക്ക് ചെയ്യാം. ആവിയൊക്കെ നന്നായി പോയതിന് ശേഷം കുക്കർ തുറന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് കണ്ടോ, നമ്മുടെ ചോറ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഞാനിത് ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കുകയാണ്. നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള കളറാണിതിന്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഞാനിത് കുറച്ച് മല്ലിയിലയും ഒരു ടൊമാറ്റോയുടെ ഫ്ലവറൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൈസ് ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. Till then, take care. Bye-bye.